ഹായ് ഡിയേഴ്സ്, LMR VD. LMR VD നിങ്ങൾ തമ്പനയിൽ കണ്ടതാണല്ലേ. നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, ഇംഗ്ലീഷ് പഠിച്ച് ജസ്റ്റ് തുടങ്ങുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള 5 സ്റ്റെപ്പുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. LMR VD. തുടക്കക്കാരായിട്ടുള്ള ആളുകൾ സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ള ലളിതമായിട്ടുള്ള ഒരു 5 സ്റ്റെപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. LMR VD വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനുള്ള 5 ടിപ്പുകൾ. ഒരുപാട് 100 കണക്കിന് ടിപ്പുകൾ നമുക്ക് പറയാൻ പറ്റും. അതിൽ വളരെ ലളിതമായിട്ടുള്ള ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന 5 ടിപ്പുകളാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മളൊരു തുടക്കക്കാരാണെങ്കിൽ, ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, അങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരിലേക്ക് ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 ടിപ്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു LMR VD. ഇതിങ്ങനെ ഒരു പ്രത്യേക തിയറി ഒന്നുമല്ല. ഇങ്ങനെ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാനൊന്നും സാധിക്കൊന്നുമില്ല. ഇത് നമ്മൾ പഠിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഷോർട്ട് ഫോമുകളാണ് LMR VD. ഓക്കെ, ഇതിൽ ഒന്നാമതായിട്ട് പറയാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുന്നത് L, അതായത് ലിസണിങ്. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് നമ്മൾ നന്നായിട്ട് ശ്രവിക്കുക, കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ലിസണിങ് ടു ആൻ ഇംഗ്ലീഷ് പ്രോഗ്രാം. അതായത് നിങ്ങൾ TV-യിലാവട്ടെ, അതുപോലെ തന്നെ റേഡിയോയിലാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂട്യൂബിലാവട്ടെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ റേഡിയോയിലാവട്ടെ, TV-യിലാവട്ടെ, നിങ്ങളൊരു പ്രോഗ്രാം നിരന്തരമായിട്ട് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാം വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ നമുക്ക് തീരെ മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് കേട്ടിട്ട് ഞാൻ കുറേ കേട്ട് നോക്കി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയരുത്. നമുക്ക് കേട്ടാൽ കുറേയൊക്കെ വാക്കുകളൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ, ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാം ആണെങ്കിൽ ഒന്നുകൂടി നന്നാവും, ബോറടിക്കാതെ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഡോക്യുമെൻ്ററികൾ, റേഡിയോ പ്രോഗ്രാമുകൾ, യൂട്യൂബ് ചാനലിലെ പ്രോഗ്രാമുകൾ, TV ഷോകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലിസണിങ് ചെയ്യുക. നന്നായിട്ട് കാണുക മാത്രമല്ല, ലിസണിങ്, ശ്രദ്ധിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ M എന്ന് പറഞ്ഞാൽ മേക്ക് ആൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫ്രണ്ട്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അത് നേറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു അമേരിക്കൻ സിറ്റിസനെയോ, അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയക്കാരനെയോ, ഒരു ബ്രിട്ടീഷുകാരനെയോ, അല്ല അതുപോലുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കാനഡക്കാരനെയോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നേരിട്ട് കിട്ടണമെന്നില്ല, നമുക്ക് അവരെ ഫോൺ കോളിംഗ് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ കിട്ടുക, വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് വഴി കിട്ടുക, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചിട്ട് അവരോട് നമുക്കറിയാവുന്നതുപോലെയൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടോ, അതുപോലെ വോയിസ് മെസ്സേജ് അയച്ചിട്ടോ, അല്ലെങ്കിൽ കണ്ടുകൊണ്ടോ ഒക്കെ സംസാരിക്കാൻ അല്ലെങ്കിൽ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളോട് മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളിനെ ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. രണ്ടുപേരും മലയാളം അറിയുന്ന ആളുകളാണ്, പക്ഷേ പെട്ടെന്ന് മലയാളം കയറി വരാനൊക്കെ ചാൻസ് ഉണ്ട്, ഒരു തമാശ രൂപത്തിലാവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഒറിജിനലായിട്ട് ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും മലയാളം കയറി വരാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് മലയാളം അറിയാത്ത ഒരാളാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകുന്നതാണ്. ഇനി ഒരു നേറ്റീവ് സ്പീക്കർ അല്ലാത്ത, നന്നായിട്ട് സംസാരിക്കുന്ന മറ്റേതെങ്കിലും സ്റ്റേറ്റ്സിലുള്ള ആളുകളാണെങ്കിലും, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അവരുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനെ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന ആരെങ്കിലും ഒരു ഫ്രണ്ടിനെ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് LMR ആണ്. R സ്റ്റാൻഡ്സ് ഫോർ റീഡിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, പഠിച്ചു തുടങ്ങുന്ന ആളുകളാണെങ്കിൽ, R എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീഡിങ്. നമ്മൾ വെറുതെ പഠിക്കാൻ ആഗ്രഹിച്ചാൽ പോരാ, നന്നായിട്ട് വായിക്കണം, ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾ തുടക്കക്കാരാണ്, ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കാര്യങ്ങൾ തന്നെ അറിയില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ വായിക്കും, ഞങ്ങൾക്ക് സെൻറ്റൻസുകൾ തന്നെ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, പിന്നെ എങ്ങനെ വായിക്കും? പക്ഷേ നിങ്ങൾ വായിക്കണം.
വായിക്കേണ്ടത് ചിൽഡ്രൻസ് ബുക്കുകളായിരിക്കണം. ഇംഗ്ലീഷിലുള്ള ചിൽഡ്രൻസ് ബുക്കുകളായിരിക്കണം തുടക്കത്തിൽ നിങ്ങൾ വായിക്കേണ്ടത്. കുട്ടികളുടെ കൊച്ചു കൊച്ചു കഥകൾ, സ്റ്റോറീസ്, കോമിക്സ് ഇതൊക്കെ വായിച്ചാൽ ഒരുപക്ഷെ അതിൽ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വായിക്കുന്നത് മനസ്സിലായില്ലെങ്കിലും ചിത്രം കാണുമ്പോഴെങ്കിലും ആ സന്ദർഭം നമുക്ക് മനസ്സിലാവുകയും അതിലൂടെ നമുക്ക് ആ സെൻറ്റൻസ് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള കഥ ബുക്കുകൾ, ചിൽഡ്രൻസ് ബുക്ക് വായിക്കുക. പലതും നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് വായിച്ച പല കഥകളും ഉണ്ടാവും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങാം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ്സ്, പരസ്യങ്ങൾ വായിക്കാൻ പറ്റും. ബോർഡിലൊക്കെ നമ്മൾ കാണുന്ന, പലയിടത്തും നമ്മൾ കാണുന്ന പരസ്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുക, കുറച്ചൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ നോട്ടീസ് ബോർഡുകൾ കാണുകയാണെങ്കിൽ അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ചില സമയത്ത് നമ്മൾ ബ്രോഷേഴ്സ് പല ഷോപ്പുകളിൽ ചെന്നാൽ അല്ലെങ്കിൽ പല കമ്പനികളുടെ, പല സ്ഥാപനങ്ങളുടെയൊക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ ബ്രോഷറുകൾ കാണാം. അതിൽ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുക. മെനു കാർഡ് വായിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങുക. അതൊരു ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നന്നായിട്ട് വായിക്കുക. റീഡ് ആൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് എന്നല്ല, ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റുകൾ, വാചകങ്ങൾ ഇതൊക്കെ വായിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ടിപ്പ് എന്ന് പറയുന്നത് വി ആണ്. വെക്കാബുലറി. എല്ലാവർക്കും അറിയാം, വെക്കാബുലറി എന്ന് പറഞ്ഞാൽ വേർഡ്സ്, പദസമ്പത്ത് ഉണ്ടാക്കുക. നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ വാക്കറിയില്ല, പിന്നെ എങ്ങനെ സംസാരിക്കും അല്ലേ? അതിൻ്റെ വാക്കറിയില്ല. അത് വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ നാലാമത്തെ ഈ ഒരു പോയിന്റ്, ഈ ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക തന്നെ വേണം. കാരണം ലേൺ ന്യൂ വെക്കാബുലറീസ്, പുതിയ വാക്കുകൾ പഠിക്കുക. അതാണ് വി എന്ന് പറയുന്നത്, വൊക്കാബുലറി. പുതിയ വാക്കുകൾ പഠിക്കുക. ഈ വാക്കുകൾ പഠിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് കയ്യിലൊരു നോട്ട്ബുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആരാ നോട്ട്ബുക്കൊക്കെ കയ്യിൽ കൊണ്ടുനടക്കുന്നത്? അപ്പോൾ ഞാൻ ഹംബ്ലി റെക്കമെൻഡ് യു ദാറ്റ് യു ക്യാൻ യൂസ് യുവർ മൊബൈൽ ഫോൺ. നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ നോട്ട് പാഡ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എഴുതി വെക്കാൻ പറ്റും. പക്ഷേ എന്നാലും നോട്ട്ബുക്ക് കയ്യിൽ വെക്കാൻ പറ്റുന്ന ആളുകളാണ് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വൊക്കാബുലറി എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു പുസ്തകം എടുത്തു. ആ പുസ്തകത്തിൽ ഇപ്പോൾ എ എന്നുള്ള ആൽഫബറ്റ് എഴുതി, എന്നൊരു 5 പേജ് നമ്മൾ വിട്ടു. ബി എന്നുള്ള ആൽഫബറ്റ് എഴുതി ഒരു 5 പേജ് വിട്ടു. സി 5 പേജ് വിട്ടു. ഇത്തരത്തിൽ ഓരോ ആൽഫബറ്റ്സിനും ഓരോ അക്ഷരത്തിനും നമ്മൾ 5 പേജ് വീതം നമ്മൾ ഒഴിച്ചു വിടുകയാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് എ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് പഠിച്ചു. ഓക്കെ, അഡ്വർടൈസ്മെന്റ് എന്നുള്ള വാക്ക് പഠിച്ചു. അതിൻ്റെ അർത്ഥം പരസ്യം എന്നായിരുന്നു, പരസ്യം. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റ് എഴുതി, അതിൻ്റെ അപ്പുറത്ത് പരസ്യം എന്നുള്ള മലയാളം വാക്ക് എഴുതി. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് പിന്നെന്താ പറയുക, ഒരു സെൻറ്റൻസ് ചെയ്ത ഐ സോ ആൻ അഡ്വർടൈസ്മെന്റ്, ഞാനൊരു പരസ്യം കണ്ടു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വാചകങ്ങൾ കൂടെ എഴുതുക. അതുപോലെ പിന്നെ നമ്മൾ എ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന വാക്കുകൾ അതിൻ്റെ താഴെ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ ബി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഒരു വാക്ക് ഇന്ന് തന്നെ ഒഴിവുള്ള ഒരു സമയത്ത് എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കുക, അതിൻ്റെ അർത്ഥം എഴുതുക. ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് എങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കുമോ എന്ന് നോക്കുക. ഇതുപോലെ നമ്മൾ പഠിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ അപ്പം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് അത് ഉപയോഗിച്ചിട്ട് സെൻറ്റൻസോടെ എഴുതി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മളത് മറക്കില്ല, നമ്മുടെ ഓർമ്മയിലേക്ക് അത് വരാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് ബുക്ക് എപ്പോഴും കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോട്ട് പാഡിലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. പുതിയ വെക്കാബുലറികളാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. പുതിയ വാക്കുകൾ എല്ലാ ദിവസവും പഠിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി എന്ന് പറയുന്നത് വൊക്കാബുലറി ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വാക്കുകൾ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇനി നമ്മുടെ ലാസ്റ്റ് 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കീപ്പ് ആൻ ഇംഗ്ലീഷ് ഡയറി. കീപ്പ് ആൻ ഇംഗ്ലീഷ് ഡയറി. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡയറി കീപ്പ് ചെയ്യുക. അത് ഇംഗ്ലീഷിലായിരിക്കണം കേട്ടോ. ഡയറി എഴുതുന്നത് നല്ലൊരു ഹാബിറ്റ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് പല ആളുകൾക്കും ഡയറി എഴുതുന്ന ശീലം വളരെ കുറവാണ്. വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രമാണ് എഴുതുന്നത്. പക്ഷേ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾ ഇംഗ്ലീഷ് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡയറി കീപ്പ് ചെയ്യുക. ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും അതിൽ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം, അല്ലെങ്കിൽ ചെറിയ ചെറിയ നിങ്ങളുടെ ഒരു അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതി വെക്കാം. നിങ്ങളൊരു പേജ് നന്നായിട്ട് എഴുതണം എന്നൊന്നുമില്ല. നിങ്ങളൊരു ചെറിയ പാരഗ്രാഫ്, ഒരു 5ഓ 6ഓ വരി മാത്രം നിങ്ങൾ എല്ലാ ദിവസവും എഴുതാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലാംഗ്വേജിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, കഴിഞ്ഞ ദിവസം എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കാനൂടെ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ
പിന്നെ എഴുതുന്ന ദിവസങ്ങളിൽ ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്താതിരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കീപ്പ് ആൻ ഇംഗ്ലീഷ് ഡയറി. ഇംഗ്ലീഷിലുള്ള ചെറിയൊരു ഡയറി എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ 5ാമത്തെ പോയിന്റ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഞാൻ തുടക്ക സമയത്ത് ഞാനും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. കീപ്പ് ആൻ ഇംഗ്ലീഷ് ഡയറി. നിങ്ങളൊരു ഇംഗ്ലീഷ് ഡയറി എപ്പോഴും സൂക്ഷിക്കുക, എഴുതുക. അപ്പോൾ ഈ ഒരു 5 പോയിന്റുകൾ, ഇത് മാത്രമല്ല നമുക്ക് 100 കണക്കിന് പോയിന്റുകൾ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ വരും വീഡിയോസിൽ ഞാൻ പല രീതിയിൽ പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഓരോ ടിപ്സ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടുതലുണ്ടെന്ന് നമുക്ക് കമൻറ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ 5 ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.